നമ്മുടെ പുതിയൊരുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ ഒരു ചെറിയൊരു ട്രിപ്പാണ് ഗൈസ്. ഇത് ചെറിയൊരു വീഡിയോ ആയിരിക്കും ഗൈസ്. ഞാൻ ഈ ട്രിപ്പ് പകുതിക്കുന്ന് വെച്ച് അവസാനിപ്പിക്കും. ഇതാണ് നമ്മുടെ സ്വന്തം ഖലീഫ. നമ്മളെ ചാനൽ കാണുന്നവർ ചുരുക്കം പേർ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യാറുള്ളൂ. ഇനിയുള്ള വീഡിയോസിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലേ എനിക്ക് കൂടുതൽ വീഡിയോസ് ഇടാനായിട്ട് താല്പര്യം ഉണ്ടാവും ഗൈസ്. ഇതാണ് എൻ്റെ ഖലീഫ വരുന്നത് ഗൈസ്. ഈ ഗെയിമിൻ്റെ പേര് എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ അറിയാത്തവർക്കായി ഞാൻ പറയുന്നു, ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ. ഈ ഖലീഫയൊന്നും പക്ഷേ എങ്കിൽ ബസ് സിമുലേറ്ററിൽ കയറ്റിയപ്പോൾ ആർക്കും കളിക്കാൻ പറ്റില്ല. ഇതൊക്കെ മോഡ് കയറ്റുന്നതാണ്. വേണ്ടിക്കൽ നമുക്ക് ട്രാഫിക് മോഡ് വരെ കയറ്റാം. ട്രാഫിക് മോഡ് എന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിലെ ട്രാഫിക്ക് ഇന്തോനേഷ്യയിൽ തന്നെയല്ലേ ഓൾറെഡി ഇല്ലല്ലോ, സോറി. അങ്ങനെ കർണാടകൻ ട്രാഫിക് തുടങ്ങിയ കുറേ ട്രാഫിക് മോഡ്സ് ഇതിൽ അവൈലബിൾ ആണ് ഗൈസ്. പിന്നെ ഗിയർ നിങ്ങൾ കാണുന്നുണ്ടാവും. എൻ്റെ ഗിയർ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ മാറ്റണ്ടേ. സാധാരണ എല്ലാവർക്കും ഓട്ടോമാറ്റിക് ആയിരിക്കും. ഈ ഗിയർ മാറ്റാനാവാത്തവർ കമൻറ്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അടുത്തൊരു വീഡിയോയിലേക്ക്. വലിയ വീഡിയോ ഒന്നും ആയിരിക്കില്ല ഗൈസ്. ഞാൻ ഈ മാപ്പൊന്ന് അപ്ലോഡായിട്ട് കാണിച്ചു തരാം. അപ്ലോഡല്ല, എന്താ പറയുക ഇനിയിപ്പോൾ പുതിയൊരു മാപ്പിലോട്ട് കടന്നു വരുന്ന അങ്ങനെ എന്തോ ആണെന്ന് ഗൈസ്. നമുക്ക് ശരിക്കറിഞ്ഞൂടാ. ലോഡാകും. ഒരു ബ്രേക്ക് ഉണ്ട്, ആ ബ്രേക്കാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഞാൻ പറയുന്നത് ചെറിയ ചെറിയ തെറ്റുകളുണ്ട് ഗൈസ്, അതുകൊണ്ട് ക്ഷമിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിനോന്ന് എനിക്കറിയില്ല, ആ ഗ്ലാസിൻ്റെ ഇപ്പുറം നിങ്ങൾ കണ്ട ഒരു സാംസങ് ഗാലക്സി S25 അൾട്ര ചെക്ക് പോസ്റ്റ് എത്തി ഗൈസ്. ഞാൻ പൊതുവേ ചെക്ക് പോസ്റ്റിൽ പൈസ കൊടുക്കാറില്ല, ഫ്രീ ആയിട്ട് എടുക്കും. ചെറിയൊരു ആഡ് ബ്രേക്ക് കഴിഞ്ഞിട്ട് കാണാം. ആഡ് ബ്രേക്ക് കഴിഞ്ഞു ഗൈസ്. ചെക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞു നമ്മളിതാ പോകുന്നു. അടുത്ത വീഡിയോയിൽ ഞാൻ ഏത് വണ്ടി എടുക്കണമെന്ന് നിങ്ങൾ പറയാം. നമുക്ക് കഴിയുന്നതും ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കാം ഗൈസ്. അതിനു മുമ്പായി ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിക്കാൻ മറന്നുപോയി ഗൈസ്. ഈ വണ്ടിയിൽ കുറേ ആനിമേഷൻസ് ഉണ്ട്. ഈ വണ്ടിയിൽ മാത്രമല്ല, കുറേ അധികം വണ്ടികൾ. ഈ വണ്ടിയിലെ ആനിമേഷൻ, ഫസ്റ്റ് ആനിമേഷൻ എന്ന് വെച്ചാൽ ആ ഒരു സംഭവം പൊന്തുന്നത്, എന്നാ ബോണറ്റ് പോലത്തെ ആ സംഭവം. ബോണറ്റ് എന്ന് തന്നെയാണ് പറയുന്നത്, എനിക്കറിയില്ല. അത് പൊന്തും. രണ്ടാമത്തെ ആനിമേഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഡിക്കി പോലത്തെ ഒരു സംഭവം തുറക്കും, പൊന്തുന്ന. ഇപ്പുറത്തോട്ട് പോയാൽ ഈ മതിൽ കാരണം മറക്കും, കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. മൂന്നാമത്തെ ആനിമേഷൻ എന്ന് വെച്ചാൽ ഈ ഒരു അടി ഭാഗത്ത് ഒരു ബമ്പർ പോലത്തെ സംഭവം മാറുന്നത്. ഈ വണ്ടി ഞാൻ മാക്സിമം 200-ൽ ഓടിച്ചിട്ടുണ്ട് ഗൈസ്. 200 km/h. നല്ല ഹൈ ഗ്രാഫിക്സ് ആണ് ഗൈസ് ഈ ഗെയിമിൽ വരുന്നത്. നമ്മൾ അറിയാണ്ട് ഏതെങ്കിലും വണ്ടിക്ക് ചെറുതായിട്ടൊന്ന് ഒരസിയാൽ അവർ ഡബിൾ ഇൻഡിക്കേറ്റർ ഇട്ട് മണി മുടക്കും ഗൈസ്. ഗൈസ് ഇവിടെ അനിയൻ എന്താ പറയുക, ഇന്ത്യൻ ബൈക്കാണെന്നോ കളിക്കുന്നുണ്ട്. അതൊന്ന് ചെറിയ ചെറിയ ഒച്ചകൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഗൈസ്. എനിക്ക് അത്യാവശ്യം എക്സ്പീരിയൻസ് എല്ലാം ഉണ്ട്, പക്ഷേ എന്നാലും ചില സമയം എക്സ്പീരിയൻസ് ഉണ്ട്. നിങ്ങൾ മിറർ ശ്രദ്ധിച്ചിനോന്നറിയില്ല, ഒരു വണ്ടിയെ ഞാൻ അറിയാണ്ട് നിരസിപ്പോയി. ഓവർടേക്ക് ചെയ്യുമ്പോൾ ഒരു മുമ്പിലൊരു കാർ കണ്ടില്ലേ നിങ്ങൾ, അതിനൊന്ന് ഓവർടേക്ക് ചെയ്തെടുക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ വേറെ വണ്ടി.
ഇതാണ് ഗൈസ് ഇൻറ്റീരിയർ റിവ്യൂ വരുന്നത്. അത് ഇൻറ്റീരിയർ റിവ്യൂവിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി ഗൈസ്. പിന്നെ ഈ ഒരു ഗെയിമിൽ ഏത് വണ്ടി എടുത്താലും ഒരു എന്താ പറയുക ഒരു ഫങ്ഷൻ ഉണ്ട് ഗൈസ്. ഇത് സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഹൈവേയിലോട്ട് ഓടിക്കുമ്പോൾ ഒരേ സ്പീഡിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകും ഗൈസ്. ഇതാണ് എൻ്റെ വണ്ടി വരുന്നത് ഗൈസ്. പെട്രോൾ അടിക്കണം. ഞാൻ സൈഡാക്കിയിട്ട് പമ്പ് ഉണ്ടോ എന്നൊന്ന് മാപ്പിൽ നോക്കട്ടെ. അധികം സൈഡാക്കിയാൽ ചിലപ്പോൾ അറിയാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഒരു പെട്രോൾ പമ്പ് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് പോവാം ഗൈസ്. സ്ട്രെയിറ്റ് ആയിട്ട് പോയാൽ ഒരു പമ്പുണ്ട്, വേഗം പോവാം ഗൈസ്. അനിയനെ എന്തെല്ലോ പറയുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ പെട്രോൾ പമ്പിലോട്ട് വിടാം. ഗൈസ് നമുക്ക് നേരെ പെട്രോൾ പമ്പിലോട്ട് വിടാം. ഗൈസ് ഈ ഒരു വീഡിയോ ഒരു 10 മിനിറ്റ് 51 സെക്കൻഡ് 17 മില്ലി സെക്കൻഡിലാണ്. ചിലവർക്ക് മോഡ് കയറ്റാൻ അറിയില്ല. അറിയാത്തവർ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടാം. ഏത് മോഡും നമുക്ക് ഒരു ആപ്പ് വഴി കയറ്റാം. ശ്രദ്ധിച്ച് കണ്ടാൽ ഈസി കയറ്റും. ഞാൻ ഒരു ചാനലിൽ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ നോക്കിയതൊക്കെ, പക്ഷേങ്കിൽ ചാനലിൻ്റെ പേരാണ് ഓർമ്മയില്ല. ഓൻ്റെ വീഡിയോയിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നുണ്ട്. എന്നും കുറേ സ്ട്രെയിറ്റ് ആയിട്ട് ഒട്ടിച്ച് വേണം, എന്നാലേ പമ്പെത്തും. ആ പമ്പെത്താൻ അതിന് കുറച്ച് ഓടിച്ചാൽ മതി ഗൈസ്. എത്രയൊന്നും ഒരു 2 കിലോമീറ്റർ ഓടിച്ചാൽ 2 കിലോമീറ്റർ ഒന്നും ഓടിക്കാണ്ട് എത്തി. 500 മീറ്റർ എത്തി ഗൈസ്. നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് തിരിച്ചു. ഓ ഗൈസ് നൈസായിട്ട് വഴി മാറിപ്പോയി. ഇനി തിരിക്കേണ്ട വരും. നമുക്ക് തൽക്കാലം ഈ വഴി അങ്ങ് തിരിക്കാം. MFCൻ്റെ അപ്പുറത്തോട്ട് ഇതിലൂടെ ഇരിക്കാം. നമ്മൾ അപ്പുറത്തെ വഴിയിലും വരണ്ടേ, പക്ഷേ എങ്കിൽ നമ്മൾ പെട്ടെന്ന് വഴി മാറിപ്പോയി. പമ്പിലെ ഭാഷ ഇന്തോനേഷ്യൻ ഭാഷയാണ്, അതുകൊണ്ട് മനസ്സിലൊന്നും ആവില്ല. ഞാൻ പൊതുവേ ഫ്രീ ആയിട്ടാണ് പെട്രോൾ അടിക്കൽ. ഫുൾ ടാങ്ക് അടിക്കലിൻ്റെ മൈലേജ് കുറയും. നമുക്ക് തൽക്കാലം ഒരു 26 ലിറ്റർ അടിക്കാം. ഗൈസ് അനിയനെ എന്തൊക്കെയോ ഒച്ചപ്പാടാക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ ഈ ഒരു പസിലി ചെയ്തിട്ടാണ് പെട്രോൾ അടിക്കുന്നത്. ഇത് പരസ്യമായതുകൊണ്ട്, പിന്നെ ഇത് ഇങ്ങനത്തെ പരസ്യമായതുകൊണ്ട് കുറച്ച് എൻ്റർടൈനിങ് ആണ്. അപ്പോൾ ഓക്കെ, ഇവരെന്നാ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. ചിലപ്പോൾ ഇന്തോനേഷ്യക്കാർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടോ. എന്ത് തേങ്ങയാണോ ഇവർ പറയുന്നത്. ഓക്കെ ഗൈസ്, നമുക്ക് നേരെ വണ്ടി എടുത്ത് വിടാം. ഇനി ഞാൻ അത്ര ദൂരെ വണ്ടി ഓടിക്കുള്ളൂ, കാരണം ഇനി 1 മിനിറ്റിൻ്റെ വീഡിയോ ആയിരിക്കും. ഞാൻ പമ്പ് കഴിഞ്ഞ് ഒരു 100 മീറ്റർ ഓടിച്ചിട്ട് അപ്പാടാണ് വണ്ടി സൈഡാക്കി ഇന്നത്തെ വീഡിയോ അതിൻ്റെ ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ട് സൈഡാക്കാൻ പോകുന്നു. ഇൻഡിക്കേറ്റർ ഇട്ട് സൈഡാക്കിയിട്ടുണ്ട് ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ. അതിനു മുമ്പായി നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക.
അപ്പോൾ ഓക്കെ ഗൈസ്. ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 100K ആണ് ഗൈസ്. ഈ വണ്ടി ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നില്ലല്ലോ, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഈ സൈഡിലോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. ഇതാണ് ഗൈസ് ഫ്രണ്ട് വ്യൂ വരുന്നത്. ഖലീഫ നല്ല മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഗൈസ് സൈഡ് വ്യൂ വരുന്നത്. ഇനിയാണ് ഗൈസ് റെയർ വ്യൂ വരുന്നത്. റെയർ എന്നല്ല, സോറി, റെയർ.